എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല. നമുക്കറിയാം, രാജ്യത്ത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും എല്ലാം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇവിടെ കോർപ്പറേറ്റുകളുടെ കടം അല്ലെങ്കിൽ അവരുടെ ബാധ്യത പൊതുമേഖലാ ബാങ്കുകൾ ഈ രാജ്യത്തെ സാധാരണക്കാരനെ സഹായിക്കുന്നതിനും അവൻ്റെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവന് വായ്പ നൽകി അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെട്ട ആ ബാങ്കുകളുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ബാങ്കുകളെല്ലാം ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിനെ കൊള്ളയടിക്കുന്നതാണ് ഇന്നത്തെ ബാങ്കുകളുടെ രീതി. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, നമുക്കറിയാം. കാരണം അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നാൽ ആ പണം തീരുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ബാങ്കുകളുടെ രേഖകളിൽ തന്നെയുണ്ട്, അവരുടെ നയപരിപാടികളിലുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് 40 രൂപ 25 രൂപ പല രീതിയിലുള്ള കാശുകൾ അവർ പിൻവലിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാൻ പറ്റും. അതിന് പല പല കാരണങ്ങൾ അവർ പറയും. അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല, നമുക്കറിഞ്ഞും കൂടാ. കാരണം സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ നിയമങ്ങൾ എന്നും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശമൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ അന്നുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിതം നിവൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ച് ജോലിക്കും പോയി ജീവിക്കുന്ന സാധാരണക്കാരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം ആളുകളും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബാങ്കിൻ്റെ സർവീസ് ഡീറ്റെയിൽസുകളും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്ക് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ടാസ്ക്കാണ്. മറ്റൊന്നുമല്ല, ഈ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ കോർപ്പറേറ്റുകളുടെ കടം 5 വർഷത്തിനകത്ത് എഴുതിത്തള്ളിയത് എത്ര കോടി രൂപയാണെന്ന് നമുക്കറിയാമോ? 3,18,324 കോടി രൂപ. 3 കോടിയല്ല, 30 കോടിയല്ല, 300 കോടിയല്ല, 3,18,324 കോടി രൂപയാണ് കോർപ്പറേറ്റ് കടം എഴുതിത്തള്ളിയത് പൊതുമേഖലാ ബാങ്കുകൾ. അത് 2020 മുതൽ കോർപ്പറേറ്റുകൾക്ക് ഹെയർ കട്ട് ഇളവ് നിലവിലുണ്ട്. അതിന് പുറമെയാണ് ഇത്രയും തുക ബാങ്കുകൾ എഴുതിത്തള്ളിയത്. ടാക്സ് ഇൻസെൻറ്റീവായിട്ട് 4,53,327 കോടി രൂപയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത്. 2020-21 75,218 കോടി രൂപയും 2023-24 98,999 കോടി രൂപയാണ് ഈ ഇനത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ